രാജ്യത്ത് 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഘടകകക്ഷികളുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. എല്ലാത്തിനും ശേഷം ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അനുശ്രീ, നമ്മൾ നേരത്തെ കേട്ട വാക്കുകൾ രാവിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 2 വ്യക്തികളുടെ പ്രതികരണമാണ്. അതായത് ഇന്ന് തന്നെ ചർച്ചകൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന ഒരു കോൺഫിഡൻസ് ആണ് അവർക്കുള്ളത്. ഇനിയാണ് പ്രധാനപ്പെട്ട കടമ്പകൾ മുന്നിലുള്ളത്. ഒന്ന്, UDF-ൽ ലീഗുമായുള്ള ധാരണയാണ് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത്. രാവിലെ 4 മന്ത്രിസ്ഥാനം ലീഗ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം ആവർത്തിക്കുന്നത് 5 മന്ത്രിസ്ഥാനം ഉറപ്പാണ്. 2011-ലെ സ്ഥിതി അതേപടി തുടരുമെന്നത് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള ആലോചനകൾ ലീഗിലേക്കും കിടക്കുന്നു. അങ്ങനെയെങ്കിൽ മന്ത്രിമാരാവേണ്ടത് ആരൊക്കെ എന്നത് ലീഗ് ഇന്ന് നടന്ന അവരുടെ യോഗത്തിൽ, തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണയുമായിട്ടായിരിക്കും ഇനി അല്പസമയത്തിനുള്ളിൽ ഇവിടെ കന്റോൺമെന്റ് ഹൌസിൽ ചർച്ചകൾ ആരംഭിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹമാണ് ഇനി ചർച്ചകൾക്ക് നേതൃത്വം നൽകേണ്ടത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ഉണ്ടാവും. ഘടകകക്ഷികളുമായി ഓരോരുത്തരെയും നേരിട്ട് കാണുമ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള മറ്റവരുടെ സാന്നിധ്യവും ഉണ്ടാവും. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കപ്പെട്ടാൽ അദ്ദേഹം കൂടിന്റെ സാന്നിധ്യത്തിൽ കൂടിയാവും ഈ ചർച്ചകൾ ഇനി തുടരാനാണ് സാധ്യത. ആദ്യം ലീഗുമായുള്ള ഒരു ധാരണ, 5 മന്ത്രിമാരെങ്കിൽ അത് സംബന്ധിച്ച ഒരു ധാരണയുണ്ടാവും. ലീഗിന് അത് സംബന്ധിച്ച ലിസ്റ്റ് കൈമാറി കോൺഗ്രസ് അതിന്റെ തുടർ നടപടികളിലേക്ക് പോകും. മറ്റൊന്ന് കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസിന്റെ ധാരണ, കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനം എന്ന ധാരണയിലേക്ക് മാത്രമാണ് എത്തുന്നത്. 2 മന്ത്രിസ്ഥാനം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. രാവിലെ PJ ജോസഫ് ഈ വിഷയം VD സതീശൻ അടക്കമുള്ളവരെ മുന്നിൽ വെച്ചുകയും ചെയ്തു. പക്ഷേ 1 മന്ത്രി മാത്രമേ കേരള കോൺഗ്രസിന് കൈമാറുകയുള്ളൂ. പകരം അവർക്ക് നൽകാൻ പോകുന്ന ഒരുപക്ഷെ ചീഫ് വിപ്പ് സ്ഥാനമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള മറ്റൊരു സാധ്യതയുമാണ് അവർക്ക് നൽകാൻ പോകുന്നത്. മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം ഓരോ മന്ത്രിസ്ഥാനം നൽകിയുള്ള പരിഗണനയാണ് ഉണ്ടാവുന്നത്. ഇതിൽ പ്രധാനമായ കാര്യം മാണി സി കാപ്പൻ അടക്കമുള്ളവർക്ക് പുതിയതായി മുന്നണിയിലേക്ക് വന്നവർക്ക് എന്ത് പരിഗണന കിട്ടുമെന്ന ചോദ്യമാണ്. അവർ കാപ്പൻ അടക്കമുള്ളവർ തികഞ്ഞ കോൺഫിഡൻസിലാണ് പരിഗണന കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായി ആ തരത്തിലൊരു മന്ത്രിസ്ഥാനം അവർക്ക് കിട്ടുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ കണ്ടത് ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ ഇവിടെ വന്നു പോകുന്നതാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ മന്ത്രി പട്ടികയിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തി പോയിരിക്കുകയാണ്. സ്വാഭാവികമായും ചാണ്ടി ഉമ്മന്റെ പ്രതികരണമൊക്കെ ഉണ്ടാകുമെന്ന് കൂടി നമുക്ക് കരുതാം. എന്തായാലും ചാണ്ടി ഉമ്മൻ ഒരു പ്രതികരണം, അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുമെന്ന് കരുതാം. മന്ത്രിസഭയിൽ ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് ചാണ്ടി ഉമ്മൻ മറുപടി പറയും. ഞാൻ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണുന്നത് എന്റെ ഒരു മര്യാദയാണ്. അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നത് ശരിയാണ്, പക്ഷെ അതെന്റെ മാതാവിനെ കാണാനും അതുപോലെ തന്നെ എന്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടുവന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ഒഫീഷ്യലി കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേർന്നു. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഏത് തീരുമാനമെടുക്കും, പാർട്ടിയാണ് എല്ലായ്പ്പോഴും നമുക്ക്, പാർട്ടി വലുതാണ്, പാർട്ടിയാണല്ലോ. പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാർട്ടി തന്നാലും തന്നില്ലേലും പാർട്ടിയോട്. ചാണ്ടി ഉമ്മന്റെ പ്രതികരണം അതാണ്. പാർട്ടി തന്നാലും ഇല്ലെങ്കിലും പാർട്ടിക്കൊപ്പം എന്ന നിലപാടാണ് ചാണ്ടി ഉമ്മൻ എടുക്കുന്നത്. എന്തായാലും ഈ ചർച്ചകളിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തികളൊന്ന് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പരിഗണന മാത്രമല്ല, ചുരുങ്ങിയ നാളുകൊണ്ട് പുതുപ്പള്ളി എന്ന മണ്ഡലത്തെ കൈപ്പിടിയിലാക്കാനും ഇത്തവണത്തെ ഏറ്റവും ഗ്ലാമറുള്ള വിജയമായി മാറിയതുമൊക്കെയാണ് ചാണ്ടി ഉമ്മന്റെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ പുതിയ യുവാക്കൾക്കൊക്കെ പരിഗണന നൽകുന്നു എന്ന സാധ്യതയിലൊക്കെ ചാണ്ടി ഉമ്മന്റെ പേരും പരിഗണിക്കപ്പെടുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ചർച്ചകളിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഉഭയകക്ഷി ചർച്ചയുടെ പുരോഗതി അനുസരിച്ച് വേണം കോൺഗ്രസിന്റെ തുടർ ചർച്ചകളിലേക്ക് കടക്കേണ്ടത്. അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും ധാരണ ഉണ്ടാവേണ്ടതുണ്ട് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ലീഗ് നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തും. ഇവിടെ ചർച്ചകൾ ആരംഭിക്കും. അതിനുശേഷം മറ്റ് ഘടകകക്ഷികളെ ഒരു വട്ടം കൂടി കേട്ടുകൊണ്ട് ധാരണയിലേക്ക് പോവുക. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് അന്തിമ ധാരണ പൂർത്തിയാക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.